ജനപിന്തുണയെക്കുറിച്ചൊക്കെ ഇത്രയും വിശാലമായി സംസാരിക്കാനുള്ള അങ്ങയുടെ ഒരു പവർ ഉണ്ടല്ലോ, അതിന് മുന്നിൽ ഞാൻ നമിക്കുകയാണ്. അങ്ങനെ ചങ്കുറപ്പ് അല്ല ഒരു അതുണ്ടല്ലോ. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്തെ അബ്കാരി പോളിസിയെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് ഗൗരവകരമായി ഞങ്ങൾ ഉന്നയിച്ച ഒരു കാര്യം, എനിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്, ഞങ്ങളൊരു പരാതി തന്നിട്ടുണ്ട്. ആ പരാതിയുടെ പുറത്ത് ഞാൻ തന്നിട്ടുണ്ട് പരാതി. ആ പരാതിയുടെ പുറത്ത് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് അനുസരിച്ച്, അതിൻ്റെ പ്രൊവിഷൻസ് അനുസരിച്ച് FIR എടുക്കാനും കേസ് രജിസ്റ്റർ ചെയ്യാനും ജുഡീഷ്യൽ അന്വേഷണം നടത്താനും അങ്ങ് തയ്യാറുണ്ടോ? അതാണ് ചോദ്യം. അങ്ങ് തയ്യാറുണ്ടോ? അങ്ങ് സാധാരണ ഇത്തരം കാര്യങ്ങളിലൊക്കെ എഴുന്നേറ്റ് അപ്പം തന്നെ മറുപടി പറയുന്ന ആളാണ്. ഇപ്പം മൗനം അവലംബിക്കുന്നതിൻ്റെ അർത്ഥം മനസ്സിലായി. ഞങ്ങൾക്ക് സൗകര്യമില്ല, ഞങ്ങൾ അന്വേഷിക്കില്ല, അന്വേഷിച്ചാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന് ഭംഗിയായി അറിയാവുന്ന, വ്യക്തമായി അറിയാവുന്ന ആളാണ് കേരളത്തിലെ മുഖ്യമന്ത്രി. അതുകൊണ്ട് പ്രതിപക്ഷം ഒറ്റക്കെട്ടായി കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ആവശ്യപ്പെടുന്നു, ഇതിൽ അന്വേഷണം നടത്തിയേ മതിയാവും. അതാണ് ഞങ്ങളുടെ നിലപാട്. നടത്തണം, അന്വേഷണം നടത്തണം. ഞങ്ങൾ ആ ഡിമാൻഡ് മുന്നോട്ട് വയ്ക്കുകയാണ്. മറുപടി പറയണം. നടത്താൻ തയ്യാറുണ്ടോ ഇല്ലേ എന്ന് മുഖ്യമന്ത്രി മറുപടി പറയണം. അതാണ് കൃത്യമാണ്. ഒരു സംശയത്തിനിട വേണ്ട, കൃത്യമാണ്. സർ, ഇവിടെ ഇല്ലാത്തൊരു കാര്യം കെട്ടിച്ചമച്ച് ഇവിടെ എന്തോ സംഭവിക്കുന്നു എന്നൊരു പ്രതീതി ഉണ്ടാക്കാനാണ് പ്രതിപക്ഷം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി കെട്ടിച്ചമച്ച ഒരു വാദഗതിയാണ് ഇപ്പോൾ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിരിക്കുന്നത്. സർ, ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവിൻ്റെ ആക്ഷേപത്തിൻ്റെ മേലെയല്ല, ബഹുമാന്യനായ എക്സൈസ് വകുപ്പ് മന്ത്രി നമ്മുടെ സംസ്ഥാനത്തെ മദ്യനയവുമായി ബന്ധപ്പെട്ട് ചില തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് പണം പിരിക്കുന്നുവെന്ന വാർത്ത വന്നപ്പോൾ തന്നെ അത് ഗൗരവമായി എടുത്ത് സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി എന്തെല്ലാം കുറ്റകൃത്യങ്ങൾ കാണുന്നുണ്ടോ അതിൻ്റെ ഭാഗമായുള്ള മറ്റ് നടപടികളിലേക്ക് കടക്കും. കൂടുതൽ വിശദമായ അന്വേഷണം നടക്കേണ്ടത് ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ്. ആ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒരു തരത്തിലുള്ള തടസ്സവും ആ അന്വേഷണത്തിനുണ്ടാവില്ല. അത് തടസ്സപ്പെടുത്തലാണോ ഉദ്ദേശം? അത് കണ്ടെത്തട്ടെ. ആ കണ്ടെത്തിയതിന് ശേഷം ആവശ്യമായ നടപടി സ്വീകരിക്കുന്നതാണ്. Yes.